ഇന്ന് മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയത്തിലാണ്. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് 11 കിലോമീറ്റർ അകലെ ചെമ്മാട് പോലീസ് സ്റ്റേഷന് സമീപമാണിത് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ കോടതിയും പോലീസ് സ്റ്റേഷനും രജിസ്റ്റർ ഓഫീസും പിൽക്കാലത്ത് താലൂക്ക് ആസ്ഥാനവുമായ ഹജൂർ കച്ചേരിയാണ് ഇപ്പോൾ ജില്ലാ പൈതൃക മ്യൂസിയമാക്കിയത്. ഇൻഡോ ബ്രിട്ടീഷ് നിർമ്മാണ മാതൃകയിൽ നിർമ്മിച്ച ഈ കെട്ടിടം തറനിരപ്പിൽ നിന്ന് തന്നെ ഒരാൾ പൊക്കത്തിലാണ് പടുത്തുയർത്തിയിട്ടുള്ളത്. ഉയരം കൂടിയ ചുമരുകളും വെളിച്ചവും കാറ്റും യഥേഷ്ടം ലഭിക്കാനായി ജനവാതിലുകളും പ്രത്യേകമായി നിർമ്മിച്ചിട്ടുണ്ട്. ചുറ്റും വിശാലമായ വരാന്തയും നടുമുറ്റവും കാണാം. മ്യൂസിയത്തിൽ 12 ഗ്യാലറികളുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത മഹാശിലാ സംസ്കാരത്തിൻ്റെ ഭാഗമായ കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, നന്നങ്ങാടികൾ, ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ എന്നിവ സൂക്ഷിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ വിവിധ എഴുത്തുകാരെ ഓർമ്മപ്പെടുത്തിയ ഭാഗം ഏറെ ഇഷ്ടപ്പെട്ടു. ഇതിൽ അധ്യാത്മരാമായണം രചിച്ച തുഞ്ചത്തെഴുത്തച്ഛൻ, ജ്ഞാനപ്പാന എഴുതിയ പൂന്താനം, നാരായണീയം രചിച്ച മേൽപ്പത്തൂർ, തുഫത്തുൽ മുജാഹിദീൻ എന്ന അറബി കൃതിയുടെ കർത്താവ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൻ എഴുതിയ മോയിൻകുട്ടി വൈദ്യർ എന്നിവരെ പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. കൂടാതെ മലപ്പുറത്തിൻ്റെ കലാപാരമ്പര്യം, നാടൻ കലകൾ, പ്രധാനപ്പെട്ട നദികൾ, മാമാങ്ക സ്മാരകങ്ങൾ തുടങ്ങിയവ ഫോട്ടോകളായും ഇൻ്ററാക്റ്റീവ് ഡിസ്പ്ലേ ഉപയോഗിച്ചും മനസ്സിലാക്കാവുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടവരെ ശിക്ഷിക്കാനും മർദ്ദിക്കാനും വേണ്ടി നിർമ്മിച്ചതാണ് ഈ ജയിലറകൾ. ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച വാതിലുകളും ഓടാമ്പലുകളും പൂട്ടുന്ന ഭാഗത്ത് കരിങ്കല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് ശക്തിപ്പെടുത്തിയത്. അതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യമാണ് 200 വർഷം കഴിഞ്ഞും ഇപ്പോഴും യാതൊരു കേടുപാടും കൂടാതെ നിലനിൽക്കാൻ കാരണം. മലബാർ ചരിത്രത്തിലെ വിഷമകരമായൊരു അധ്യായത്തെ തലമുറകൾക്ക് ഓർക്കാനും പഠിക്കാനും ഈ മ്യൂസിയം സഹായിക്കും. ഈ വരാന്തയിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരിക. ബ്രിട്ടീഷുകാരും മാപ്പിള സമരഭടന്മാരും ഏറ്റുമുട്ടിയ 1921 ആഗസ്റ്റ് 19-നും 20-നും എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. ഏറ്റുമുട്ടലിൽ 9 സമരക്കാരും 2 ബ്രിട്ടീഷ് പട്ടാളക്കാരും മരണമടഞ്ഞു. അസിസ്റ്റൻറ്റ് സൂപ്രണ്ടായ വില്യം ജോൺ ഡങ്കൻ റൗളിയും സെക്കൻഡ് ലഫ്റ്റനൻ്റായ വില്യം റൂദർഫോർഡ് മുഷറ്റ് ജോൺസ്റ്റണുമായിരുന്നു അത്. അവരെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് അടക്കം ചെയ്തത്. പഴയ ഹജൂർ കച്ചേരിയും ഈ ശവകുടീരങ്ങളും സംരക്ഷിത സ്മാരകങ്ങളാണ്. കൂടാതെ കൃത്യമായ പരിപാലനമില്ലാതെ കിടക്കുന്ന ശവകുടീരങ്ങളും ഈ പരിസരത്തുണ്ട്. നാം കടന്നു വന്ന ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്ന വാതായനങ്ങളാണ് ഓരോ സ്മാരകങ്ങളും. അവ തലമുറകൾക്ക് വേണ്ടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അജ്ഞാതരായ 2 പേരുടെ ശവക്കല്ലറകളും ഈ യാത്രയിൽ കാണുകയുണ്ടായി. ഇതും കൃത്യമായി പരിപാലിക്കേണ്ടത് ആവശ്യം തന്നെയാണ്.